പ്രഗ്നൻസി കഴിയുമ്പോൾ പല ചേഞ്ചസും സ്ത്രീകളുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ചേഞ്ചസ് കാരണമുള്ള കുറേ ഇഷ്യൂസ് ആണ് അവരുടെ മെയിൻ കോൺഫിഡൻസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ചിലർക്ക് ഇപ്പോൾ ടമ്മി സാഗി ആവും, 4 കിലോ ഒക്കെ ഉള്ള വലിയ ബേബിയാണ്. ഇങ്ങനെ ആൾക്കാരിൽ വയറ് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ആവും. ഡെലിവറി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ വയറ് അതേപോലെ തിരിച്ചു പോകണമെന്നില്ല. മിക്കവാർക്കും അത് ഇടിഞ്ഞു പോകും. ചിലർക്ക് അത് ഫാറ്റ് അവിടെ കിടന്നിട്ട് കുറച്ചൊരു സാഗി ആയിട്ട് ഇങ്ങനെ നടക്കാം. എത്ര വർക്കൗട്ട് ചെയ്താലും ചിലപ്പോൾ അത് ആ സാഗിങ് സ്കിൻ തിരിച്ച് ശരിയാക്കണം എന്നില്ല. കാരണം ആ സ്കിന്നിന്റെ ഫൈബേഴ്സ് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ആയിട്ട് അതങ്ങ് വിട്ടുപോകുമ്പോഴാണ് ഈ സ്ട്രെച്ച് മാർക്സ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബ്രസ്റ്റിലെ ചേഞ്ചസ്. പ്രഗ്നൻസി സമയത്ത് മിക്ക ആൾക്കാർക്കും ഒരു 10 to 15 ചിലപ്പോൾ 20 കിലോസ് വരെ വെയിറ്റ് കൂടും. അപ്പോൾ ബ്രസ്റ്റിൽ വാട്ട് ഹാപ്പൻസ് ഇസ് പാൽ കൊടുക്കുന്ന സമയത്തൊക്കെ ആ ഒരു ഹൈപ്പർട്രോഫി ഉണ്ടാവും. ആ ഗ്രന്ഥികൾ വളർന്ന് കുറച്ച് സൈസ് കൂടും. ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഷ്രിങ്ക് ചെയ്യണമെന്നില്ല. പലർക്കും അതിങ്ങനെ സാഗിങ് ആയിട്ട് കിടക്കും. മോഡലുണ്ടായിരുന്ന ആ ഫുൾനെസ് ബ്രസ്റ്റ് മാറിയിട്ട് ഇടിഞ്ഞ് അടിയിലേക്ക് ബ്രസ്റ്റ് വന്നായിട്ടാണ് കാണുന്നത്. നമുക്ക് വെയിറ്റ് ലോസ് കൊണ്ടോ മെഡിസിൻസോ ഹോർമോൺസോ കൊണ്ടൊന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഏക ട്രീറ്റ്മെന്റ് ബ്രസ്റ്റ് ലിഫ്റ്റ് എന്നൊരു സർജറി മാത്രമാണ്. പിന്നെ ഉണ്ടാകുന്നത് കയ്യിൽ, ആംസിൽ, ബാറ്റ് വിങ്സ് ആംസ് എന്ന് പറയും. അതായത് സ്കിൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലത്തെ ഒരു അപ്പിയറൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് ചെയ്യുന്നതാണ് ലൈപ്പോസെക്ഷൻ, ആ ഫാറ്റ് എടുത്ത് കളയുന്നത്, അല്ലെങ്കിൽ ആം ടക്ക് എന്ന് പറയുന്ന അത്രയും സ്കിന്നും ഫാറ്റും എടുത്ത് കളയുന്ന പ്രൊസീജിയേഴ്സ്. പിന്നെ ഉള്ളത് അത്രയും വെയിറ്റ് കൂടുമ്പോൾ ഉള്ള ഒരു ഡബിൾ താടി, ചിലപ്പോൾ അത് റെസിസ്റ്റന്റ് ആയിട്ട് പിന്നെ പോകാണ്ടിരുന്നേക്കാം. അങ്ങനെ പല പല പ്രൊസീജിയേഴ്സ് ഉണ്ട് മമ്മി മേക്ക് ഓവറിൽ. അപ്പോൾ എല്ലാവർക്കും എല്ലാം വേണം എന്നില്ല. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടൊരു സാധനമാണ് ഈ മമ്മി മേക്ക് ഓവർ. മമ്മി മേക്ക് ഓവറിന് എത്ര കാശാവുമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പേഷ്യന്റിനെ കണ്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ.